السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. മണിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മഹത്തായ ജ്ഞാന ഉത്സവത്തിന്റെ ഭാഗമായി ഒരു മതപണ്ഡിതന്മാരുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്ന ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയ വിവിധ മതങ്ങളുടെ പണ്ഡിതന്മാരെ, മണിമലയിലെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഈ പന്തലിന്റെ ചുവട്ടിൽ കസേരയിലും റോഡരികിലും ഉച്ചഭാഷിണിയുടെ ശബ്ദമെത്താവുന്ന അകലങ്ങളിൽ നിൽക്കുന്ന സഹൃദയരെ, വളരെ ഗൗരവമായ ചിന്താബന്ധുരമായ ഒരു ചർച്ചയാണ് മാനവിക സൗഹാർദ്ദ സമ്മേളനമെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങൾക്കെല്ലാം ഇത് ഉപകാരദായകമായി ഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സൂചിപ്പിച്ച ഒരു പോയിന്റിനെ ഒന്നുകൂടെ ഗൗരവമായ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി അമേരിക്കയിലെ മതമഹാസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനമായ വാക്ക്, ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ഈ രാജ്യത്തെ പോലെ ലോകത്ത് മറ്റു രാജ്യങ്ങളൊന്നുമില്ല. 10-ലധികം വരുന്ന രാജ്യങ്ങളിൽ മതപ്രബോധനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഈയുള്ളവൻ. ആ രാജ്യങ്ങളിലൊന്നും കാണാത്ത മനുഷ്യ സൗഹാർദ്ദം അത് നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. സാധാരണയായി മതസമ്മേളനങ്ങളിൽ ഓരോ മതവിഭാഗങ്ങളും സംഘടിപ്പിക്കുന്ന അവരുടെ സമ്മേളനങ്ങളിൽ വ്യത്യസ്ത മത പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് ചർച്ചകൾ നടക്കാറുണ്ട്. പല ചർച്ചകളും ഗൗരവമായ ചർച്ചകളായി മാറാറില്ല എന്നതാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. ഏത് മതം സ്വീകരിക്കാനും നമുക്ക് അവകാശമുണ്ട്. ഏത് ദർശനങ്ങളുടെ വക്താവാകാനും നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ ബഹുമാന്യനായ അയ്യപ്പദാസ് സ്വാമികൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനമായ ഒരു വാക്ക്, കണാദമുനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വൈശേഷികത്തിൽ കണാദമുനി വൈശേഷികവുമായി ബന്ധപ്പെട്ട് കണാദമുനിയുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നിരീശ്വരത്വം ഒരു മതമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ആരും ഇതുവരെ ഗൗരവമായി മതത്തെ സമീപിച്ചിട്ടില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും എന്ന അഭിപ്രായക്കാരനാണ്.
നേരത്തെ ഫാദർ മാത്യു സർ സൂചിപ്പിച്ച വളരെ മനോഹരമായ ഒരു കാര്യം, മതം പഠിക്കുന്തോറും മാനവിക മൂല്യങ്ങളുടെ ഉടമയായി അയാൾ മാറും എന്നതിൽ സംശയമേയില്ല. മതം ഒരു പ്രവൃത്തിയാണ്, ജീവിതമാണ്, പൂരിപ്പിക്കപ്പെടേണ്ടതാണ്, ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ടതാണ്. മതാന്ധതയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവ രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അതിനെല്ലാം അപവാദമായി നിൽക്കുന്ന വ്യത്യസ്ത മതങ്ങളുടെ സംഗമഭൂമിയായ രാജ്യമായി ഇന്ത്യ ഇവിടെ നിലനിൽക്കുന്നു. എന്റെ എല്ലാ അഭിപ്രായത്തോടും നിങ്ങൾ യോജിക്കരുത്, യോജിക്കണം എന്ന് പറയും ഞാൻ ആളല്ല. സ്വതന്ത്രമായ അഭിപ്രായം പറയുക എന്നുള്ളതാണ് സത്യസന്ധരായ പ്രബോധകരുടെ ബാധ്യത എന്ന് ഞാൻ വിചാരിക്കും. എന്റെ ഉള്ളിലൊന്നും എന്റെ പുറത്തു മറ്റൊന്നും പറയുക എന്നത് കപടതയാകുന്നു എന്ന് ഞാൻ വളരെ ഗൗരവമായി ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. മതഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നാം ശ്രമിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന വളരെ പ്രധാനമായ കാര്യമുണ്ട്. ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് മതങ്ങളുടെ മൗലികമായ എല്ലാ വിഷയങ്ങളുടെയും തുടക്കം എന്ന് കാണാൻ സാധിക്കും. മതമാണോ ഇവിടുത്തെ പ്രശ്നം? മതങ്ങളാണോ ഇവിടുത്തെ പ്രശ്നം? മതം മനസ്സിലാക്കാതെ, മതമനുസരിച്ച് ജീവിക്കാതെ, മതത്തിന്റെ പേരിൽ മുതലെടുപ്പുകൾ നടത്തിയവരാണോ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശാപം? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയും പാർട്ടിയുടെ നേതാവിനോളം ചീത്തയല്ല. ആ വാചകം ഞാനിവിടെ ഉദ്ധരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളും മത സംഘങ്ങളും ഒക്കെ രൂപീകരിക്കപ്പെടുന്നത് മൗലികമായ മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ജീവകാരുണ്യ പ്രവർത്തനം. ഇവിടേക്ക് കയറി വന്ന എന്റെ ഉമ്മയുടെ പ്രായമുള്ള അമ്മ, അവരുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവരെ പങ്കാളിയാക്കി എന്നതിന്റെ നന്ദിയാണ് അവരുടെ കണ്ണിലെ കാരുണ്യം എന്ന് നമ്മൾ തിരിച്ചറിയും. നേരത്തെ ദലൈലാമയെ ഇവിടെ ഉദ്ധരിച്ചു. മതം എന്ന് പറയുന്നത് കാരുണ്യമാണ്. കാരുണ്യ വിരുദ്ധ പ്രവർത്തനം മതമല്ല. ഞാൻ വളരെ ഗൗരവമായ ഒരു ചരിത്ര സംഭവം പറയാം. പ്രവാചക തിരുമേനിയെ നേരത്തെ ബഹുമാന്യനായ സ്വാമിജി ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ എനിക്കുള്ള അഭിമാനം, ഞാൻ എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നതാണ്. മനുഷ്യന്റെ മനസ്സാണ് വലുത്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോറാണ് മഹാത്മാഗാന്ധി എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചത് ഗീതാഞ്ജലിയുടെ ഉപജ്ഞാതാവായ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ വളരെ മനോഹരമായി മനുഷ്യരെ പഠിപ്പിച്ച വളരെ പ്രധാനമായ ആ രവീന്ദ്രനാഥ ടാഗോർ പേര് നൽകിയ മഹാത്മാഗാന്ധി, ആ ഭാഗം പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പറയാം. ആ മഹാത്മാഗാന്ധിക്ക് ഒരു കുട്ടി ഒരു പെൻസിൽ കൊടുത്തു. വളരെ ചെറിയൊരു പെൻസിൽ, ഉപയോഗിച്ച് തേഞ്ഞുമാഞ്ഞു പോയ ഒരു പെൻസിൽ. അത് നഷ്ടപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി അത് തിരയുകയാണ്, അന്വേഷിക്കുകയാണ്. ആകെ അസ്വസ്ഥനാണ് മഹാത്മാഗാന്ധി. അപ്പൊ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ചോദിച്ചു, എന്താ ഒരു പരവശം, എന്താ ഒരു വേദന? ഒന്നുമില്ല, എനിക്ക് ഒരു കുട്ടി തന്ന സമ്മാനിച്ച ഒരു പെൻസിൽ. അയാൾ പറഞ്ഞു, നമുക്ക് എത്ര വലിയ പെൻസിൽ വേണമെങ്കിലും സംഘടിപ്പിക്കാമല്ലോ. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇല്ല, ആ പെൻസിൽ അവന്റെ മനസ്സാണ്, അവന്റെ മനസ്സാണ്, അവന്റെ ഹൃദയമാണത്. അതിന് സമാനമാവില്ല ഒരു പെൻസിലും. ഒരു മഹാചിന്തയാണ്. മണിമല ക്ഷേത്രവും ഇതിന്റെ പ്രോഗ്രാമും ഞാൻ പങ്കെടുത്ത ക്ഷേത്രങ്ങളിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടുത്തെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തോട്. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ അറബിയിൽ ഞാൻ ഉദ്ധരിച്ചതെല്ലാം ആ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്കിതിന് കരുത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരദായകമായി ഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ചത്, അറബിയിലാണെങ്കിൽ. ഞാൻ പറയുന്നത് മനസ്സ് തന്നെയാണ് വളരെ പ്രധാനം. അശര്യമത് വദ്യതതി തദൈവ ജാന്യ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്ക് എനിക്കിവിടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ. മനസ്സ് തുറന്ന് സംവദിക്കുന്നു നമ്മൾ. എനിക്ക്